ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ദോശയ്ക്കും ഇഡ്ഡലിക്കും അരച്ച് വയ്ക്കുന്ന മാവ് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1 കപ്പ് ദോശമാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് 300 ml ഒരു കപ്പാണ്. ഇനി ഇതിലേക്ക് ചെറുതായി എരിഞ്ഞിട്ടുള്ള സവാള, ഒരു പകുതി സവാളയൊക്കെ മതിയാവും, അത് നന്നായി ചെറുതായി എരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ചെറുതായി എരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി എരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില ചെറുതായി എരിഞ്ഞത്, ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് കായംപൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റവ ചേർക്കുന്നത് നമ്മളിത് എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ അധികം എണ്ണയൊന്നും കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് കട്ടിയിൽ ഒഴിച്ച് കൊടുക്കരുത്, അപ്പോൾ നമുക്ക് ഉള്ളിൽ വെന്ത് കിട്ടാൻ സമയമെടുക്കും. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മളിതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ വെന്ത് കിട്ടില്ല. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് നന്നായി കൂട്ടി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അധികം എണ്ണ കുടിക്കാതെ നമുക്ക് ഇതെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ദോശമാവ് കൊണ്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ചട്നി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പറായിരിക്കും. ഇതിൻ്റെ പുറം ഭാഗം നന്നായി മൊരിഞ്ഞതും, എന്നാൽ നമ്മളിത് പൊട്ടിച്ച് നോക്കുമ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഇരിക്കുന്ന പോലെ, ഇഡ്ഡലി ഉഴുന്നോടെയൊക്കെ ഇരിക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.